ആദ്യം ബീഫിൻ്റെ ഒരു കഷ്ണവും കപ്പൻ്റെ ഒരു കഷ്ണവും കഴിച്ചു പോകാം. പൊളി സാധനം, ശരിക്കും പൊളിച്ചൂട്ടാ, അടിപൊളി. അപ്പോൾ നമ്മളൊന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം, ബീഫും കൂടെ കഴുകിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കണം. നമുക്ക് കപ്പയൊന്ന് പുഴുങ്ങിയെടുക്കണം. ആദ്യം വെള്ളം ഒഴിക്കാം, നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കല്ലുപ്പ്. കുറച്ച് ഓയിൽ ഒഴിക്കാം, തേങ്ങ കൊത്ത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സംഗതി ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി തേങ്ങ പീര കൊടുന്നു അതുപോലെ വറുത്തെടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ പീരയും റെഡി ആയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് ഇഞ്ചി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സവാള ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി, ഈ മുളക് പൊടി, ഇപ്പം മീറ്റ് മസാല, കറിവേപ്പില. നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം, ബീഫ് വേകാനായിട്ട് ഇട്ട് കൊടുക്കാം. കപ്പ ദമ്മിടാം. വറുത്ത തേങ്ങ പീര വറുത്തത്, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി. അടച്ച് വെച്ചതിന് ഒന്ന് ആവി കയറ്റണം. മതി. അങ്ങനെ കപ്പ ബിരിയാണി പൊളിച്ചു. ഇറക്കാം. ബീഫും കപ്പയൊക്കെ കൂടി കുഴഞ്ഞിരിക്കണണ്ട. ആദ്യം ബീഫിൻ്റെ ഒരു കഷ്ണവും കപ്പൻ്റെ ഒരു കഷ്ണവും കഴിച്ചു പോകാം. പൊളി സാധനം, ശരിക്കും പൊളിച്ചൂട്ടാ, അടിപൊളി. അപ്പോൾ സംഗതി ഇവിടെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മളതൊക്കെ പാർസലാക്കി നമ്മൾ നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണം.